നമുക്ക് ഈ നെയിമിങ് കീ ചെയിൻ ഒന്ന് ചെയ്താലോ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവർക്കും കീ ചെയിനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഇത് ഗിയർ വയറാണ് കേട്ടോ. ഗിയർ വയർ എടുത്തിട്ടുണ്ട്, പോംപോം എടുത്തിട്ടുണ്ട്, പിന്നെ അതിനാവശ്യമായ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗിയർ ലോക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആൽഫബറ്റില്ലേ, നെയിം ചെയ്യുന്ന ആൽഫബറ്റില്ലേ അത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഗിയർ വയർ ആവശ്യത്തിന് കുറച്ച് ലെങ്ത് കൂടുതലെടുത്ത് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഇത് നമ്മൾ കീ ചെയിൻ ആവശ്യമായിട്ടുള്ള ലോക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് പോയിട്ട് ഈ ബീഡ്സ് ഞാൻ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ ബീഡ്സ് വേണമെങ്കിൽ കളർ ബീഡ്സ് എടുക്കാം. ഞാൻ വൈറ്റ് ഒന്ന് കോർത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ആദ്യം വൈറ്റ് ബീഡ്സ് ഒന്ന് കോർത്ത് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. അതൊരു കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് ഒരു ലെങ്ത് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ ലെങ്ത് നീട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നീട്ടിയെടുക്കാം. ഒത്തിരി ലെങ്ത് വേണമെങ്കിൽ ലെങ്ത് കുറച്ച് ഒരു മീഡിയമാണ് എപ്പോഴും. ഇത് കുറച്ചുകൂടെ ഒരു ലെങ്ത് കൂടുതലുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. അതിനുശേഷം എന്താ പറയുക, നമ്മൾ ഗിയർ ലോക്ക് ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. ഒരു കുഞ്ഞു ഗോൾഡൻ ബീഡ്സ് പോലെ ഇരിക്കും. അത് രണ്ടും നമ്മുടെ ഗിയർ വയർ രണ്ടും നമ്മൾ ബീഡ്സ് കോർത്ത് വെച്ചിരിക്കുന്നില്ലേ, ആ ഗിയർ വയർ രണ്ടിലേക്ക് നമ്മളൊന്ന് കോർത്തെടുക്കുക. നമ്മൾ ഗിയർ വയർ ആയതുകൊണ്ട് ടൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഗിയർ ലോക്ക് കൊടുത്ത് ലോക്ക് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ വെച്ച് പ്രസ്സർ കൊണ്ട് അങ്ങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് നല്ല ലോക്കായിരിക്കും. ഇനി അവിടെ നമ്മൾ പ്രസ്സറില്ലേ, നമ്മൾ ഈ പ്രസ് ചെയ്ത് നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അതിനി എന്തൊക്കെ സംഭവിച്ചാലും മാറത്തില്ല കേട്ടോ. അത് പൊട്ടി വരികയും അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ നല്ല ടൈറ്റായിരിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഞാൻ ചെയ്യുമ്പോൾ കോർക്കുന്നത് ഈ ബാലൻസ് വന്ന ആ മേളത്തെ പോർഷനിലാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പോംപോം എടുത്തിട്ട് ജസ്റ്റ് ഹാൻഡിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് ഒരു ബോളിൻ്റെ ഷേപ്പിലുണ്ട്, കാരണം ഞാൻ എല്ലാം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. വീണ്ടും ഒന്നുകൂടെ കാണിക്കുകയാണ്. ശരിക്കും നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിയാണ് ഇരിക്കാറ്. അപ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കോർത്ത് ടൈ ചെയ്തെടുക്കുക. 6 എടുത്തിരിക്കുന്നത്. 6 ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ ഒന്ന് കോർത്തെടുത്തിട്ട് ഒത്തിരി അങ്ങ് ടൈറ്റ് ചെയ്ത് ടൈ ചെയ്യല്ലേ. ആവശ്യത്തിന് എന്താ പറയുക, ഒരു മീഡിയം ഇതിൽ വെച്ചിട്ട് അങ്ങ് ടൈ ചെയ്യുക. ഇത് പല കളറിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഒത്തിരി മിക്സഡ് കളർ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ബ്ലൂ എടുത്തതേ ഉള്ളൂ കേട്ടോ. ബ്ലൂവിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ബ്ലൂ, യെല്ലോ, റെഡ്, ഗ്രീൻ അങ്ങനെ വരുന്ന കോമ്പിനേഷൻസൊക്കെ വരില്ലേ, അതുകൊണ്ട് ഞാനൊരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ എടുത്തു. പിങ്ക് ആൻഡ് യെല്ലോ അങ്ങനെയൊക്കെ വരുന്നില്ലേ. ഇനി ഇതുപോലെ ഒത്തിരി മാച്ചിങ് വരുന്നുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് വൈറ്റ് അങ്ങനെ. എൻ്റെ സെൻറ്ററിലേക്ക് ഇനി ഞാൻ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്യും. ഞാൻ ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കും. ഇതുപോലെ 2 പീസ് ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 പീസ് കട്ട് ചെയ്ത് വെക്കുക. ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതെന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഫെൽറ്റ് ഷീറ്റ് ഇങ്ങനെ ഷീറ്റ് കണക്കിന് കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എല്ലാ എഡ്ജും ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അതിൽ വെച്ച് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഗ്ലൂ ഗൺ വെച്ച് പേസ്റ്റ് ചെയ്ത് കേട്ടോ. ഇതുപോലെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബീഡ്സ് കോർക്കുന്ന ആ ബാലൻസ് ത്രെഡിലാണെന്ന്. ആ ബാലൻസ് ത്രെഡിലേക്ക് ആദ്യം കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഡ്സ് ഇങ്ങനെ കോർക്കുക. അതിനുശേഷം ആൽഫബറ്റ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അനുസരിച്ച് കോർത്തെടുക്കണം. നമ്മൾ ആൽഫബറ്റ് കോർക്കുമ്പോൾ നമ്മൾ ആൽഫബറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കോർത്തെടുക്കുക. അല്ല എങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് മാറിപ്പോവും. അപ്പോൾ എപ്പോഴും ആൽഫബറ്റ് നമ്മൾ ഒരേ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഏത് ഓർഡറിലാണ് കോർക്കുന്നത് അതിനനുസരിച്ച് അതിനെന്ത് ചെയ്യുക, കോർത്തെടുക്കുക. അത് മറന്നു പോകരുത്. അല്ല എങ്കിൽ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന മാറിപ്പോവും. ഒരു ആൽഫബറ്റ് ഒരു സൈഡിൽ, ഒരു ആൽഫബറ്റ് തിരിഞ്ഞ് മറിഞ്ഞ് വരും. അതുകൊണ്ടാണ്, കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ ബീഡ്സ് എടുത്തു. അവസാനം എഡ്ജിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറും കൊടുത്തിട്ട് ഒരു ബീഡ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ.
1 2 ബീഡ്സ് കൊടുക്കാം. ചിലപ്പോൾ ആ ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്ക് ആ ബീഡ്സിൻ്റെ കൗണ്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റ് എൻഡിൽ അവസാനം 2 ബീഡ് ഇട്ടു, അവസാനം ഞാൻ ഒന്ന് മാറ്റി കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ ബീഡ്സിൻ്റെ ലെങ്ത്, അതായത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന 2 ലെങ്ത് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റും. അതിനുശേഷം ദേ കണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, ലാസ്റ്റ് ആ നമ്മൾ ബീഡ് ഇട്ടില്ലേ അതിൻ്റെ ലാസ്റ്റ് ഒരു ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് അങ്ങ് വയ്ക്കുക. അപ്പോൾ അത് താഴോട്ട് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ. അപ്പോൾ ഇനി അത് ഇളകി പോകുകയോ ഒന്നും ചെയ്യത്തില്ല. നന്നായിട്ട് ലോക്ക് ചെയ്യുക, ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക ത്രെഡ്. ഇനി കണ്ടല്ലോ, ദേ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒന്നും വേണ്ട. ഇനി ഈ പോംപോം നമ്മൾ ആ ഫ്ലവർ ചെയ്തില്ലേ, ആ ഫ്ലവറും ഇതും വെച്ച് അറ്റാച്ച് ചെയ്യുക. ഞാനത് ഗിയർ ലോക്കിലൊന്ന് ജസ്റ്റ് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുന്നതാണ്, നമ്മളിങ്ങനെ ഫിക്സ് ചെയ്താൽ മതിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഇതുപോലെ ഗിയർ ലോക്കിലേക്ക് ഞാൻ അതിനെ ഒന്നെടുത്തു. ഗിയർ ലോക്കിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് മടക്കി നമ്മുടെ ത്രെഡ് വന്നില്ലേ അതിനെ വെച്ചതിന് ശേഷം ദേ ഗ്ലൂ ഗൺ ഉണ്ട്. ഗ്ലൂ ഗൺ ഞാൻ അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഗ്ലൂ ഗൺ കൊടുക്കുമ്പോൾ ഗിയർ വയർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചാൽ അത് അങ്ങനെ ഇരിക്കില്ല, അതിങ്ങനെ മാറിപ്പോവും. അപ്പോൾ പക്ഷേ ഞാൻ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഫെൽറ്റ് ഷീറ്റില്ലേ, ഫെൽറ്റ് ഷീറ്റ് ഞാൻ പറഞ്ഞു 2 പീസ് ആവശ്യമുണ്ടെന്ന്. അടുത്ത പീസ് ദേ ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തേന് മേലോട്ട് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ നമ്മളതങ്ങ് പ്രോപ്പറായിട്ട് ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ ഇത് കിട്ടും. ഒരു സൈഡിൽ കുറച്ച് ഗ്ലൂ കൂടെ ആവശ്യമായിരുന്നു, അപ്പോൾ അതുകൂടെ കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു. ഇനി ബാലൻസ് ചെയ്യുന്ന ത്രെഡൊക്കെ അങ്ങ് അതായത് ആ ഗിയർ വയറിൻ്റെ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ അതെ ഇതുപോലെ നമ്മുടെ നെയിമിങ് കീ ചെയിൻ ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനായിട്ട് നിങ്ങൾ കണ്ടല്ലോ എത്ര സമയം എടുത്തെന്ന്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.